Hi, welcome to NIMZ Art of Cuisine. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വട്ടയപ്പമാണ്. വട്ടയപ്പം ഉണ്ടാക്കാൻ മിക്കവർക്കും അറിയുന്നതാണ്. എങ്കിലും വട്ടയപ്പം ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാത്തവരും ഉണ്ടാവും. പിന്നെ പല രീതിയിലായിരിക്കുമല്ലോ ഓരോരുത്തർ ഇത് ഉണ്ടാക്കുക. ഞാനിവിടെ കള്ളില്ലാതെ കള്ളിൻ്റെ ടേസ്റ്റിൽ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ചൂടോട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ച വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ ഈ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില അരിപ്പൊടിക്ക് പശ കൂടുതലായിരിക്കും. അതില്ലാതിരിക്കാനാണ് ഞാൻ ഇവിടെ ഒന്നുകൂടി ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. നമുക്കിനി ഈസ്റ്റ് കലക്കി വയ്ക്കണം. അതിനായിട്ട് 1 കപ്പ് തേങ്ങാവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിനി ഇങ്ങനെ ഉണ്ടാക്കി തലേദിവസം വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഉണ്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് കപ്പി കാച്ചിയെടുക്കണം. അതിനായിട്ട് അരിപ്പൊടി അളന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും 4 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓണാക്കി കുറഞ്ഞ തീയിൽ തന്നെ കൈ എടുക്കാതെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറഞ്ഞ തീയിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീ കൂട്ടിയിട്ടിട്ടൊന്നും ചെയ്തേക്കരുത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 കപ്പ് പഞ്ചസാര, 4 ഏലക്ക, ഈസ്റ്റ് കലക്കിയത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ കലക്കി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാവിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ അരയ്ക്കാൻ നേരം കുറച്ച് തേങ്ങ വെള്ളം ചേർത്ത് അരച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പി കാച്ചിയത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൈകൊണ്ട് തന്നെ തരിയൊന്നുമില്ലാണ്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നേരത്തെ 1 കപ്പ് തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഉപയോഗിക്കുന്ന പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് കുറച്ചുകൂടി വെള്ളമൊക്കെ ആവശ്യമായിട്ട് വരും. വട്ടയപ്പത്തിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവാണല്ലോ. ആ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കലക്കിയെടുക്കാൻ. ഇപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഒരു 8 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ക്ലൈമറ്റ് അനുസരിച്ച് മാവ് പൊങ്ങാനുള്ള ടൈമിൽ വ്യത്യാസമൊക്കെ വരും. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് പതിയെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രീസ് ചെയ്ത് മാവ് കോരി ഒഴിക്കാം. മാവ് പാത്രത്തിൻ്റെ 3/4 ഭാഗം വരെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വട്ടയപ്പത്തിന് അധികം കനം വേണ്ടെങ്കിൽ പകുതി ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ കുറച്ച് ഉണക്കമുന്തിരി കൂടി മുകളിലിടുന്നുണ്ട്. ഇനി നമുക്കിതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ആവിക്ക് വെച്ചെടുക്കാം. അങ്ങനെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മുറിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.